നമസ്കാരം, സഹ്യാന്യൂസിലേക്ക് സ്വാഗതം. തോറ്റു പിന്മാറാൻ മാൽപ്പയും സംഘവും തയ്യാറല്ല. അർജുനായി ഇന്നും തിരച്ചിൽ തുടരും. അർജുനെ കണ്ടെത്താൻ ശിരൂരിൽ എത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഞായറാഴ്ചയും തിരച്ചിൽ തുടരും. അർജുൻ അവിടെയുണ്ടെന്ന വിശ്വാസത്തിൽ ഇന്നും തിരച്ചിലിന് ഇറങ്ങുമെന്ന് സംഘത്തലവൻ ഈശ്വർ മാൽപ്പെ പറഞ്ഞു. ഞായറാഴ്ചത്തെ ദൗത്യത്തിനു മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് മാൽപ്പെ വ്യക്തമാക്കി. വലിയ പാറയും മരങ്ങളുമാണ് അടിത്തട്ടിലുള്ളത്. മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ലോറിയുണ്ടെന്ന് കരുതുന്ന മൂന്നാമത്തെ പോയിന്റിൽ വലിയ തടിയും വൈദ്യുതി കമ്പിയുമുണ്ട്. ഇതെല്ലാം ഇന്ന് നീക്കം ചെയ്യും. വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. കണ്ണിൽ വെളിച്ചമടിച്ച അവസ്ഥയാണ്. അപകട സാധ്യതയുള്ളതിനാൽ വെള്ളത്തിലിറങ്ങാൻ സൈന്യമെന്ന് അനുമതി നൽകിയിട്ടില്ല. എന്നാൽ സ്വന്തം റിസ്കിലാണ് തിരച്ചിലിന് ഇറങ്ങുന്നതെന്ന് എഴുതി ഒപ്പുവെച്ച കത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറി എന്നും തിരച്ചിൽ തുടരുമെന്നും മാൽപ്പെ പറഞ്ഞു. ശനിയാഴ്ച മാൽപ്പയുടെ നേതൃത്വത്തിൽ നദിയുടെ ആഴത്തിൽ സംഘം പരിശോധിച്ചിരുന്നു. എന്നാൽ ആഴത്തിൽ ചെളിയും പാറയുമുള്ളതും നദിയിലെ കുത്തൊഴുക്കും വില്ലനായി. ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപ്പെ സംഘത്തിൽ 8 പേരാണുള്ളത്. വിവിധ ഉപകരണങ്ങളുമായി ശനിയാഴ്ച രാവിലെയോടെയാണ് ശിരൂരിൽ എത്തിയത്. വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണ് കാണാൻ കഴിയില്ലാത്തതിനാൽ കൈകൊണ്ട് തൊട്ടുനോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും ലോഹഭാഗം ഏതാണെന്നുമൊക്കെ തിരിച്ചറിയുന്നതെന്ന് ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ പറയുന്നു.